കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഗണേഷ് കുമാറിന് ഗതാഗതവും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം വകുപ്പുകളും ലഭിക്കും. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യും. രാമചന്ദ്രൻ കടന്നപ്പള്ളി മൂന്നാം തവണയും മന്ത്രി പദവിയിൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്താണ് അധികാരമേറ്റത്. കെ.ബി. ഗണേഷ് കുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. UDF മന്ത്രിസഭകളിൽ നേരത്തെ അംഗമായ കെ.ബി. ഗണേഷ് കുമാർ മൂന്നാം തവണ മന്ത്രിയായത് LDF മന്ത്രിസഭയിൽ ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ പ്രധാന അഴിച്ചുപണിയാണ് ഇന്ന് നടന്നത്. മുന്നണി തീരുമാനപ്രകാരം ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങിയത്. രാജിവെച്ച സജി ചെറിയാന്റെ തിരിച്ചുവരവും MV ഗോവിന്ദൻ രാജിവെച്ച ഒഴിവിൽ MB രാജേഷ് മന്ത്രിയായതുമാണ് ഇതിനു മുൻപ് നടന്ന അഴിച്ചുപണികൾ. ആന്റണി രാജു ഉപയോഗിച്ചിരുന്ന സെക്രട്ടേറിയറ്റ് സൗത്ത് ബ്ലോക്കിലെ ഓഫീസാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉപയോഗിക്കുക. സെക്രട്ടേറിയറ്റ് അനക്സ് 1-ൽ അഹമ്മദ് ദേവർകോവിൽ ഉപയോഗിച്ചിരുന്ന ഓഫീസാകും ഗണേഷ് കുമാറിന്റേത്. സോളാർ ലൈംഗിക പീഡന പരാതിയിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ ശ്രമിച്ചെന്ന ആരോപണം നേരിടുന്ന ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നൽകിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.